അർജുന്റെ അറസ്റ്റോടെ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞ ബാലഭാസ്കറിന്റെ മരണം. പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിലാണ് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ബാലഭാസ്കറിന്റെ അച്ഛൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഡാൻ കുര്യനാണ് ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹത ഈ അർജുന്റെ ബന്ധവുമായി, സ്വർണ്ണക്കടത്ത് ബന്ധവുമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ അർജുൻ അറസ്റ്റിലാകുമ്പോൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലേക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലേ? അശ്വതി, പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ വ്യാപാരികളെ ആക്രമിച്ച് അവരുടെ പക്കൽ നിന്ന് 3.5 കിലോ സ്വർണം തട്ടിയെടുത്ത സംഘത്തിൽ ഈ നേരത്തെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ ബന്ധു കൂടിയായ പ്രിയ വേണുഗോപാലാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നീട് ആ പോസ്റ്റ് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. എന്തായാലും 10 മണിക്ക് ബാലഭാസ്കറിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ കുടുംബം ഈ കാര്യത്തിൽ നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചതാണ്. അന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ അർജുൻ അശ്രദ്ധമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതും ബാലഭാസ്കറിന്റെയും മകളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുമായിരുന്നു കണ്ടെത്തൽ. പിന്നീട് CBI ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു നടപടികൾ. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പിന്നീട് തുടരന്വേഷണത്തിന് കഴിഞ്ഞ വർഷം ഉത്തരവിട്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഈ സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഘത്തെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് അർജുനാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നത്. പക്ഷേ പെരിന്തൽമണ്ണ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നവർ ഈ സംഭവവുമായി, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റോ അല്ലെ അതുമായി ബന്ധപ്പെട്ടവർക്കോ ബന്ധമൊന്നുമില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അനൗദ്യോഗികമായി തരുന്നത്. എന്തായാലും കുടുംബം ഇക്കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അവരുടെ ബലം കൂട്ടുന്ന തരത്തിൽ, ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വീണ്ടും അർജുനെതിരെ ഉയരുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ കേസിൽ അർജുൻ മൊഴി മാറ്റിയതാണ് വലിയ തരത്തിൽ സംശയങ്ങൾക്ക് വഴിവെച്ചത്. അതായത് ഈ വാഹനം, ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു വരുന്നതിനിടയിൽ പള്ളിപ്പുറത്ത് വെച്ചാണ് അത് 2018 സെപ്റ്റംബർ 25-ാം തീയതി പുലർച്ചെ അപകടത്തിൽപ്പെടുന്നത്. അന്ന് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുൻ ആദ്യം നൽകിയ മൊഴി. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതാണ് വലിയ തരത്തിൽ സംശയം ബലപ്പെടുത്തിയത്. അതോടൊപ്പം ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായ വിഷ്ണു സോമസുന്ദരം, പ്രകാശൻ തമ്പി, ഇവരെ പിന്നീട് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളവരാണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ബാലഭാസ്കറിന്റെ അപകട മരണമല്ല, അതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയരുന്നത്, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരാൻ തുടങ്ങിയത്. പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലോ CBI ആദ്യം നടത്തിയ അന്വേഷണത്തിലോ അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് തുടരന്വേഷണത്തിന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടയിലാണ് അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം പെരിന്തൽമണ്ണയിലെ ഈ സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ബാലഭാസ്കറിന്റെ പിതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇതിനോട് ഇനി പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം പൂജപ്പുരയിലെ വസതിയിൽ മാധ്യമങ്ങളെ കാണും. ശരി, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കൂടുതൽ ബലപ്പെടുകയാണ്. എന്തായാലും അച്ഛൻ അല്പസമയത്തിനകം, ബാലഭാസ്കറിന്റെ അച്ഛൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അതാണ്, എന്തായാലും ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ബാലഭാസ്കറിന്റെ അപകട മരണത്തെ തുടർന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആരാണ് വാഹനം ആ സമയത്ത് ഓടിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. പിന്നീടാണ് അർജുനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന രീതിയിലേക്ക് കണ്ടെത്തലുണ്ടായത്. ഇപ്പോൾ ഈ തുടരന്വേഷണ ഉത്തരവടക്കം ഉണ്ട്. അത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് ഈ 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ അർജുൻ അറസ്റ്റിലായിരിക്കുന്നത്. ഡാൻ, ഈ കുടുംബം ആദ്യം മുതലേ ഇതിലൊരു ദുരൂഹത പറയുന്നുണ്ടായിരുന്നു. ആദ്യ സമയത്ത് ഈ പള്ളിപ്പുറത്ത് നടന്ന വാഹനാപകടത്തിൽ ആ കാറിന്റെ സമീപത്തുനിന്ന് ആരൊക്കെയോ ഓടിപ്പോകുന്നതായും സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഈ അപകടത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വലിയ വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. അതിൽ പിന്നീടുണ്ടായ വ്യക്തത ഏത് രീതിയിലാണ്?
അശ്വതി, കോടതി ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജി വീണ്ടും, അതായത് ബാലഭാസ്കറിന്റെ അച്ഛൻ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് തുടരന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ കേസിന്റെ അന്വേഷണത്തിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ ഗുരുതരമായി പരിക്കേറ്റത് ബാലഭാസ്കറിനും മകൾക്കും അതോടൊപ്പം ഭാര്യയ്ക്കുമാണ്. അതിനപ്പുറത്ത് ഈ അർജുന് സാരമായി അങ്ങനെ പരിക്കേറ്റിരുന്നില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ബലപ്പെടുത്തിയത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് അർജുൻ അങ്ങനെ മൊഴി മാറ്റി ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് പറഞ്ഞത്? ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി കോടതി സംശയം ചൂണ്ടിക്കാണിച്ച് അതിൽ വിശദമായ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ കൃത്യമായ ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകനും ബാലഭാസ്കറിന്റെ സുഹൃത്തുമായ ജോയ് തമലം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജോയ്, വീണ്ടും ഈ ബാലഭാസ്കറിന്റെ മരണം ചർച്ചയാകുന്നു. കാരണം ഇതാണ്, അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് ജോയ്ക്ക് ഈ സമയത്ത് തോന്നുന്നത്? അശ്വതി, ശരിക്കും പറഞ്ഞാൽ ഇത് CBIക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് കുലാനാണ്. CBIക്ക് കോടതി 3 മാസം സമയം അനുവദിച്ചു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ സജി ശങ്കർക്ക് കോടതിയിൽ ആവശ്യപ്പെട്ടു വീണ്ടും സമയം വേണം. വീണ്ടും 3 മാസം അനുവദിച്ചു. ഇപ്പോൾ 7-8 മാസമായി ഈ കേസ് CBI പുനരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അന്ന് വാഹനാപകടത്തിൽപ്പെട്ട 2 ആളുകൾ ഇന്ന് ജീവനോടെ ഉണ്ട്. ഒന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി, 2 ഈ അർജുൻ. അർജുൻ അന്നേ ക്രിമിനലാണെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിന്റെ കഞ്ചാസിലും റോബറി കേസിലൊക്കെ അർജുന്റെ പേര് ഉണ്ടായിരുന്നു. എന്നിട്ടും അർജുനെ അന്ന് പോലീസ് കാര്യമായി ചോദ്യം ചെയ്തില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന പല വാർത്തകളിലും അറിയാം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെങ്കിലും മനഃപൂർവ്വമായ നരഹത്യയാണെങ്കിലും വാഹനാപകടത്തെ തുടർന്നുണ്ടാകുന്ന കേസുകളിൽ ഡ്രൈവറെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യും. ഇതുവരെ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ എന്തിന് CBI പോലും അർജുനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്തോ ഒരു സഹതാപ തരംഗമാണ്. അർജുൻ പാവം അല്ലെങ്കിൽ ലക്ഷ്മി പാവം എന്ന്. ഇപ്പോൾ ബാലഭാസ്കർ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പൊ സഹതാപത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും കൃത്യമായി ചോദ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതുമാത്രമല്ല, ഈ കേസിനകത്ത് നേരത്തെ നമുക്കറിയാം, ഒന്ന് തമ്പി, വിഷ്ണു, അങ്ങനെ ബാലഭാസ്കറിന്റെ മാനേജർ, അതുപോലെ തന്നെ ബാങ്ക് കാര്യങ്ങൾ നോക്കിയിരുന്ന വിഷ്ണു, ഇവരെ രണ്ടുപേരെയും പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചിരുന്നു. ഒരു കസ്റ്റംസ് സൂപ്രണ്ടിനെ ഡിസ്മിസ് ചെയ്തിരുന്നു സർവീസിൽ നിന്ന് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. ആലോചിച്ചു, അത്രയും വലിയ വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ട കേസാണത്. ഇനി ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകൾ, അവരൊക്കെ ഉണ്ട് ഈ കേസിൽ. അർജുനെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അന്ന് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചിരുന്ന ബാലഭാസ്കറും കുടുംബവും എന്തിന് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ച്, അമിത വേഗത്തിലായിരുന്നു ഇന്നോവ സഞ്ചരിച്ചിരുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇത്രയും വേഗത്തിൽ തിരുവനന്തപുരത്ത് എത്തണം, അതിന്റെ കാരണം എന്തായിരുന്നു? അതൊരു സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ അതൊന്നുമല്ല വാസ്തവമെന്ന് ഈ അർജുന്റെ ഈ അറസ്റ്റോടുകൂടി തെളിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ CBIക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് കുലാനാണ്. CBI കൃത്യമായി ഇപ്പോൾ അർജുനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അന്നത്തെ സംഭവമായി ചോദ്യം ചെയ്യുന്ന അർജുൻ തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? യാത്രക്കിടയിൽ സംഭവിച്ച അപകടമാകാം, അത് അപകടം തന്നെ ആയിക്കോട്ടെ. പക്ഷേ ആ യാത്രയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ലക്ഷ്മിക്കും കൃത്യമായി അറിയാവുന്ന കാര്യമെന്ന് സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. ജോയ് തമലമാണ് മാധ്യമപ്രവർത്തകൻ, അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. ചോദ്യം ചെയ്താൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൂടുതൽ ചർച്ചയാവുകയാണ്. അച്ഛൻ ബാലഭാസ്കറിന്റെ അച്ഛൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അത്